വെറും 3 മിനിറ്റ് മതിട്ടോ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കാം? ഇതൊരു മോരുകറിയാണ് കേട്ടോ. മോരില്ലാത്തൊരു മോരുകറിയാണ്. നമുക്ക് ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കണം നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു കഷ്ണം സവാള എടുത്താലും മതി. പിന്നെ നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി തേങ്ങ അരച്ചെടുക്കണ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നമ്മൾ സാധാ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ അരിപ്പൊടി കേട്ടോ. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മളെ കറി ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും, പുളിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരിപ്പൊടി ചേർത്തതല്ലേ, അപ്പോൾ ചിലപ്പോൾ കട്ട കെട്ടി വരും. അപ്പോൾ ഒന്ന് തിളക്കുന്നത് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പിന്നെ നമുക്കതൊന്ന് താളിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉലുവയും കടുകും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർക്കാം. എന്നിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും വേണ്ട കേട്ടോ ഇതിക്ക്, അതേപോലെ തന്നെ മോരും വേണ്ട. പക്ഷേ ഇതിൻ്റെ പേര് മോര് കറി എന്നാണ്. ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്